ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ മനസ്സിലിട്ട് ആരാധിക്കുന്ന ആക്ടേഴ്സ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ല കണ്ടുന്നുണ്ട്, സംസാരിച്ചില്ല. അപ്പൊ ഇത് ജോബി ഇങ്ങനെയൊരു ചെറിയ സബ്ജക്റ്റാണ് സംഘം ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞാണ് ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചു. ലീഡ് ക്യാരക്ടറാണ് പറഞ്ഞത്. അപ്പൊ തന്നെ എന്നോട് കേടാം നാട്ടിലില്ല, ആൾക്കാർ ചെയ്ത് പറയാൻ തരില്ല, അങ്ങനെയുള്ള കുറെ റിസ്ക് ഉണ്ട്. അതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സിനിമയിലൂടെ പറയുക. അപ്പൊ അത് പറ്റുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്നവർക്ക് കാണട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ പുതിയൊരു ആശയം. അതായത് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം, എന്നോട് വരുമ്പോൾ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം പറഞ്ഞപ്പോൾ പറഞ്ഞു സാബു സാറാണ് എഴുതിയേക്കുന്നത്. ക്യാമറമാനായിട്ട് മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിൽ സാബു സാറിന് അറിഞ്ഞിട്ടുള്ളൂ. ഒരു റൈറ്ററും കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ അതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആണ്. സ്ക്രിപ്റ്റും വായിച്ചപ്പോൾ അതിന്റെ ഒരു ഫ്ലോ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സാബു സാർ ഉദ്ദേശിച്ചതോടെ ഒരു രീതിയിലേക്ക് അത് ചെയ്തെത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ ആളുകൾ സിനിമ കണ്ടിട്ട് പറയട്ടെ. ഇതിനെക്കുറിച്ച് ഇപ്പം ഒരുപാട് സംസാരിച്ചു, പേരിനെ കുറിച്ചും ഇതിന്റെ ടീമിനെ കുറിച്ചൊക്കെ. അപ്പൊ ഇതിൽ പ്രവർത്തിച്ച, ഇത് സിനിമയാക്കി എടുക്കാനായിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ജോമി, സാബു സാർ, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. എല്ലാവരോടും ആ സമയത്ത് ഉണ്ടായിരുന്ന സൗഹൃദത്തെയും സ്നേഹത്തെയും ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇതിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഈ സിനിമയെ പറ്റി, ഇതിന്റെ ഡയറക്ടർ, ക്യാമറമാനെ പറ്റി എല്ലാം ഒരു കരുതൽ അവബോധത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ജോമി ആയിക്കോട്ടെ, സാവചേട്ടനൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ഒഴിവിൽ നിന്നുള്ള ആളുകളാണ്. ഞാനും ആയിക്കോട്ടെ ഒഴിവിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പം ജോമിയൊക്കെ ആയിക്കോട്ടെ KCBയിലും മിഷലിലും ഒക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പോൾ ആള് സിനിമയിലേക്ക് വന്നപ്പോൾ ജോമിയോ അല്ലെങ്കിൽ ജോമിയുടെ സീനിയർ ആയിട്ടുള്ള സാവുചേട്ടനെ സമീപിക്കുകയോ ഇങ്ങനെ സാവുചേട്ടനും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം സിനിമ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഏത് സിനിമ ഓടും അല്ലെങ്കിൽ ഏത് സിനിമ ഓടത്തില്ല എന്നൊന്നും അറിയില്ല. ഇപ്പോഴും ഞാനൊരു 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓടുന്നത് ഏതാണ് ഓടാത്തതെന്ന് അറിയില്ല. ഒരു കഥ മനസ്സിലൊരു ആശയം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പേപ്പറിലേക്ക് ആയിട്ട് പിന്നീട് അത് ഷൂട്ട് ചെയ്ത് സിനിമ കണ്ടിട്ട് പോലും നമുക്ക് പല സിനിമകളും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അതൊക്കെ ഇതൊരു 10 കോടി ക്ലബ്, 50 കോടി ക്ലബ്, 100 കോടി ക്ലബിലേക്കൊക്കെ ആയിട്ട് മാറുന്നത്. സോ ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു പറ്റം ആളുകളുടെ എഫോർട്ടാണ്. അപ്പോൾ ആ എഫോർട്ടിനെല്ലാം ഒരു വാല്യൂ കിട്ടുന്നത് ഇത് ഇറങ്ങി കഴിയുമ്പോഴാണ്. അപ്പം ജോമിയുടെ ഒപ്പം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കെല്ലാം അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം ഇതൊരു നല്ല വിജയമായി മാറട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണ്. ഇതിനൊരു പൂർണ്ണ വിജയം ആശംസിക്കുകയാണ്. ബാക്കി എല്ലാ തിയേറ്ററുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ചില സിനിമകളൊക്കെ എങ്ങനെയാണ്, സിനിമ തിയേറ്ററിൽ ചിലപ്പോൾ പെർഫോം ചെയ്തില്ല, OTT-യിലൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ചിലപ്പോൾ അത് മനസ്സിലാവുന്നത്. കാരണം ആ തിയേറ്ററിലുള്ള സമയത്ത് തന്നെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സിനിമകളൊക്കെ ആളുകളുടെ സൗകര്യം സമയമൊക്കെ നോക്കി OTT-യിലും ഒക്കെയാണ് റിലീസ് ആകുന്നത്. സോ അതുകൊണ്ടിട്ട് OTT-യിലായാലും തിയേറ്ററിലായാലും ഇതൊരു നല്ല വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടിട്ട് നന്ദി, നമസ്കാരം.